ദൈവം ശരിക്കും ഏത് മതസ്ഥനാണ്? ഇസ്ലാമാണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ? ദൈവത്തിന് മതമുണ്ടോ? മനുഷ്യരെല്ലാം കൂടി ചേർന്ന് പണ്ട് വയലാറ് പാടിയതുപോലെ മനുഷ്യരെല്ലാം ചേർന്നല്ലേ ദൈവത്തെ ഓരോ മതത്തിൻ്റെയും പ്രതിബിംബമാക്കി മാറ്റിയത്. അതല്ലാതെ ദൈവത്തിന് മതമുണ്ടോ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഈശ്വരൻ എന്ന സങ്കല്പം. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ, ഇസ്ലാം ധർമ്മം അനുസരിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ, ക്രിസ്തു മതവിശ്വാസം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൈസ്തവ വിശ്വാസങ്ങൾ, എല്ലാ വിശ്വാസങ്ങളും ചേരുന്നത് എല്ലാം ഒരു കാര്യത്തിൽ തന്നെയാണ്. മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. ജനനവും മരണവും എല്ലാ മതത്തിലുണ്ട്. അല്ല ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചൊന്നും മരിക്കാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഓരോ മതവും ഇവിടെ വന്നിട്ട് ഞങ്ങളാണ് വലുത്, ഞങ്ങളുടെ മതമാണ് വലുത്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഈ പുതിയ ജനറേഷൻ കുറച്ച് കഴിയുമ്പോൾ, ഒരു കൂടി വന്ന 10, 20, 25 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിൽ മതവും ഉണ്ടാവില്ല, ജാതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പിള്ളേർക്കൊന്നും, പുതിയ തലമുറയ്ക്കൊന്നും ഇതുപോലുള്ള ഭ്രാന്തൊന്നുമില്ല. പലർക്കും അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകണമെന്ന് പോലും വിശ്വാസമില്ലാത്ത ഒരു പുതിയ തലമുറയാണ് പലയിടത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും നിർബന്ധിച്ചാൽ പോകും. പല സ്ഥലങ്ങളിലും പല യാത്രകൾ നടത്തുന്ന കുട്ടികൾ അവിടെയുള്ള ആരാധനാലയങ്ങളിലും ഒക്കെ പോകുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം അവർക്കൊന്നും പണ്ടത്തെ ആളുകളെ പോലെ ഇതിലൊന്നും അഡിക്റ്റായിട്ടുള്ള മനോഭാവമൊന്നുമില്ല. പരസ്പരം സ്നേഹിക്കുക, അല്ലെങ്കിൽ ഏത് മതസ്ഥരാണെങ്കിലും അവനോടുള്ള സ്നേഹവും വിശ്വാസവും വളർത്തുക എന്നൊക്കെയുള്ള കാഴ്ചപ്പാടോടെയാണ് പുതിയ കുട്ടികൾ പലരും തങ്ങളുടെ ജീവിത രീതികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ വിശ്വാസങ്ങളും വലിയ അന്ധമായ മതവിശ്വാസങ്ങളൊക്കെ ഒരു തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാൻ പോലും ആളുകളില്ലാത്ത ആരാധനാലയങ്ങൾ ഉണ്ടാകുന്ന കാലമൊന്നും വിദൂരമല്ല. ഇങ്ങനെ പോയാൽ പല പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ തന്നെ കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. നാട്ടിൽ തന്നെ ഈ പണിതിട്ടാണ് പല ക്ഷേത്രങ്ങളും പല പള്ളികളും പല മത പാഠശാലകളിലൊന്നും തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തന്നെ പോകാൻ കഴിയില്ലാത്ത ഒരവസ്ഥ വരും. കാരണം നാട്ടിൽ തന്നെ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ വൃദ്ധന്മാരൊക്കെയാണ്. ഇവരെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വല്ല അനാഥ മന്ദിരങ്ങളിലും അനാഥാലയത്തിലൊക്കെ പോയി താമസിക്കുന്ന അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും അത്തരം വിശ്വാസമില്ലായ്മകളിലേക്ക് പോകുന്നൊരു കാലമാവും വരാനിരിക്കുന്നത്.